സിപിഐയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെയും മറ്റന്നാളും സംസ്ഥാന കൌൺസിലുമാണ് ചേരുന്നത്. സമ്മേളനങ്ങളിൽ മത്സര വിലക്ക് ഏർപ്പെടുത്താനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ കൌൺസിലിൽ വിമർശനം ഉയർന്നേക്കും. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, വളരെ കൗതുകമുള്ള ഒരു സർക്കുലർ ആയിരുന്നു സിപിഐയുടെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്നത്. ആ സർക്കുലർ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായതിനു ശേഷമാണ് ഈ ഉന്നത തലയോഗങ്ങൾ, നേതൃയോഗങ്ങൾ ചേരുന്നത്. സ്വാഭാവികമായും അത് ചർച്ചയാവും. ഒപ്പം കെ ഇസ്മായിലിനെതിരായ നടപടി വരും. എന്തൊക്കെയാണ് സിപിഐ ഈ 3 ദിവസത്തെ സിപിഐ നേതൃയോഗത്തിൽ പ്രതീക്ഷിക്കുന്നത്? സിപിഐയുടെ സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ പുരോഗതിയും ജില്ലാ സമ്മേളനം അടക്കമുള്ളവയുടെ തയ്യാറെടുപ്പുകളുമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ 23 മുതൽ 25 വരെ തലസ്ഥാനത്ത് സിപിഐയുടെ ദേശീയ കൌൺസിൽ യോഗം ചേരുന്നത്, അതിന്റെ ഒരുക്കങ്ങളും ചർച്ചയാകും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ വരാനുള്ളത്, നമ്മൾ ഇന്നലെ പുറത്തോട്ടൊരു വാർത്തയുണ്ട്. സിപിഐ സമ്മേളനങ്ങളിൽ മത്സര വിലക്ക് ഏർപ്പെടുത്തുന്നു. അതായത് സിപിഐയുടെ ജനകീയ ജനാധിപത്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പറയുന്നൊരു പാർട്ടിയിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിൽ മത്സരങ്ങൾ ഉണ്ടാകാതെ നോക്കണമെന്ന കർശന നിർദ്ദേശം ജില്ലാ ഘടകങ്ങൾക്ക്, ജില്ലാ എക്സിക്യൂട്ടീവിന് സംസ്ഥാന നേതൃത്വം നൽകുകയാണ്. അതിന് കാരണം സിപിഐ ഇത്തവണ വലിയ തർക്കങ്ങൾ ഉണ്ടാകാം, മത്സരങ്ങളിലേക്ക് സമ്മേളനങ്ങൾ പോകാം, നേതൃത്വത്തിനെതിരെ പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാമെന്ന ഒരു ആശങ്ക നേതൃത്വത്തിനുണ്ട്. അത് മുന്നിൽ കണ്ടാണ് മത്സരങ്ങൾ വിലക്കിക്കൊണ്ടുള്ള ഒരു സർക്കുലർ തന്നെ സിപിഐയുടെ നേതൃത്വം തയ്യാറാക്കിയതും അത് ജില്ലാ ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തതും. അതിനെ ന്യായീകരിച്ചാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം അടക്കമുള്ളവർ രംഗത്ത് വന്നത്. പാർട്ടിയുടെ നന്മയ്ക്ക് കരുതി, നല്ലതിനെ കരുതി പല തീരുമാനങ്ങളും സിപിഐ എടുക്കാതെ അവരുടെ ആഭ്യന്തര കാര്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. കെ രാജൻ, എക്സിക്യൂട്ടീവ് അംഗം, അദ്ദേഹവും ഇത്തരത്തിലുള്ള സർക്കുലറെ ശരിവെച്ച് സംസാരിച്ചു. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഡി രാജ പറഞ്ഞത് അങ്ങനെയൊന്നും കഴിയുന്ന കാര്യമില്ല. അത് തന്റെ ശ്രദ്ധയിൽപ്പെട്ട മറുപടിയായിരുന്നു ഡി രാജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും സംസ്ഥാന എക്സിക്യൂട്ടീവ് അത് സംബന്ധിച്ച് കാര്യമായ ചർച്ചകൾക്കോ വിമർശനങ്ങൾക്കോ സാധ്യതയില്ല. കാരണം എക്സിക്യൂട്ടീവ് ചേർന്നെടുത്ത തീരുമാനമാണിത്. പക്ഷേ സംസ്ഥാന കൌൺസിൽ നാളെയും മറ്റന്നാൾ നടക്കുമ്പോൾ സ്വാഭാവികമായ വിഷയം ചർച്ചയ്ക്ക് വരും. വലിയ അമർഷം പൊതുവിൽ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഉണ്ട്. അത് ആ ചർച്ചയിൽ പ്രതിഫലിക്കും. കെ ഇസ്മായിലിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തെ 6 മാസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. നാളെ ആരംഭിക്കുന്ന സംസ്ഥാന കൌൺസിലിന്റെ അനുമതി, അംഗീകാരമാണ് അതിന് വേണ്ടത്. അതിലും എതിർപ്പുള്ള ഇസ്മായിലിന്റെ ഭാഗത്ത് അത്ര ഗുരുതരമായ വീഴ്ച സംഭവിച്ചില്ല എന്ന് കരുതുന്ന നിരവധി നേതാക്കളുണ്ട്. സ്വാഭാവികമായും ആ വിഷയവും ഈ കൌൺസിൽ പരിശോധിക്കപ്പെടും. കൌൺസിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാനും കഴിയുകയുള്ളൂ. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. സിപിഐയുടെ നേതൃയോഗങ്ങൾക്കാണ് തുടക്കമാവുന്നത്.